നമസ്കാരം, എല്ലാവർക്കും സ്റ്റോപ്പ് കാർ റീഫിനിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് മാരുതി സുസുക്കിൻ്റെ എർട്ടിഗ MPV മോഡലായിട്ടുള്ള എർട്ടിഗേൻ്റെ ഉള്ളിലാണ്. സോ നിങ്ങൾ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ആദ്യം തന്നെ മാരുതി സുസുക്കിൻ്റെ എർട്ടിഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എർട്ടിഗയ്ക്ക് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. മെയിനായിട്ട് പെട്രോളും പിന്നെ ഡീസലും, പിന്നെ CNG മോഡലും വന്നിട്ടുണ്ട്. മെയിനായിട്ടുള്ളത് പെട്രോളും ഡീസലുമാണ്. ഇതിൻ്റെ അകത്ത് ഡീസലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡീസലിൽ നമുക്ക് ഫിയറ്റിൻ്റെ എഞ്ചിനാണ് വരുന്നത്. അത് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. ഇതിന് പെട്രോളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്രോളിൽ നമുക്ക് വരുന്ന 2 ഓപ്ഷൻസ് ആണ്. അതായത് ഗിയർ ബോക്സ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് മാനുവലും, അതായത് 5 സ്പീഡ് മാനുവൽ ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് നമുക്ക് 4 സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഈ 4 സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് മൈലേജ് കുറവാണ്. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് 5 സ്പീഡ് മാനുവലാണ്. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് മോഡലാണ്. ഇതിൽ എഞ്ചിൻ ഐഡലിങ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ സേഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് 2 എയർ ബാഗ്സ് വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, പിന്നെ എഞ്ചിൻ ഇമ്മൊബിലൈസർ വരുന്നുണ്ട്, പിന്നെ സ്പീഡ് സെൻസിങ് ഡോർ ലോക്ക് ഉണ്ട്. അത് മാത്രമല്ല പിന്നെ സീറ്റ് ബെൽറ്റിൻ്റെ വാർണിംഗ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളാണ് സേഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. പിന്നെ നമുക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഇല്ല, ഞാൻ നോക്കിയതാണ്. ഒരു അത്യാവശ്യം വലിയൊരു ടച്ച് സ്ക്രീൻ കാണാൻ. പിന്നെ സെൻട്രലിലേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ടച്ച് സ്ക്രീൻ കാണാം. ഈ വണ്ടീൻ്റെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പം ഇതിൻ്റെ മുന്നത്തെ എർട്ടിഗ, അതായത് പണ്ടത്തെ എർട്ടിഗയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ലെങ്ത്, വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റം ഇതിന് ലെങ്ത്തിനും വിഡ്ത്തിനും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ആ മാറ്റം വന്ന് നമുക്ക് സ്പേസിലേക്കാണ് കടന്നത്. അതായത് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ള രീതി അല്ലാതെ ഓടിക്കാൻ തീരെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആ ഒരു ലെങ്ത്തിൻ്റെ ഇൻക്രീസ് വരുത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലെ MPV സെഗ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് MPV വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിലും അത്ര എല്ലാ വണ്ടികളും അങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടില്ല. പക്ഷേ ഫാമിലി ആൾക്കാർ അഫോർഡബിൾ ആയിട്ട് വണ്ടികൾ നോക്കിയെടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് വണ്ടികൾ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ബ്ലോക്ക് ചെയ്ത് വെക്കും. സോ MPV വണ്ടികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, കുറേ പേര് വാങ്ങിയിട്ടുണ്ട് പല പ്രൈസ് റേഞ്ചിലുള്ള. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നും അങ്ങനെ ഭയങ്കര സക്സസ് ആയിട്ട് MPV സെഗ്മെൻറ്റ് നമ്മളുടെ ഇന്ത്യയിൽ അധികം നിന്നിട്ടില്ല. മഹീന്ദ്ര മരാസ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു വലിയ സക്സസ്ഫുൾ ആവാണ്ട് എത്തിയത്. ഇനിയിപ്പോൾ നമ്മളുടെ ടവേരയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ടവേര അങ്ങനെ ഫാമിലിയിൽ നിന്ന് മാറി കൂടുതൽ ടാക്സി റേഞ്ചിലേക്കാണ് പോയത്. പിന്നെ നമ്മളുടെ ടയോട്ടയുടെ ഇന്നോവ മാത്രമാണ് 2004-05 മുതൽ ഇപ്പോൾ വരെ സക്സസ്ഫുൾ ആയിട്ട് വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു MPV വണ്ടി എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ മെറിറ്റ് ഉണ്ടെന്ന് വേണം പറയാനായിട്ട്. കാരണം ടയോട്ട ഇന്നോവ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു ലെഗസിയാണെന്ന് വേണം പറയാനായിട്ട്. അതിൻ്റെ സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അതിഗംഭീരമാണ്. ടയോട്ടേൻ്റെ ഇന്നോവ ഇറക്കിയിട്ട് അത്യാവശ്യം ഒരു പച്ച പിടിച്ച് തുടങ്ങിയപ്പോഴാണ് മാരുതിക്കും തോന്നിയത് എന്തുകൊണ്ട് നമുക്കൊരു MPV, അതായത് അഫോർഡബിൾ ആയിട്ട് ഒരു MPV വണ്ടി ഉണ്ടായിക്കൂടാ. സോ അങ്ങനെയാണ് ഇവർ മാരുതി സുസുക്കി എർട്ടിഗ ഇറക്കുന്നത്. എർട്ടിഗയുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ട് പോയ മോഡൽ തന്നെയാണ്. അതിനുശേഷമാണ് എർട്ടിഗയുടെ സെക്കൻഡ് ജനറേഷൻ ഇറക്കുന്നത്. സെക്കൻഡ് ജനറേഷൻ ഇറക്കുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷനെക്കാളും ഡയമെൻഷൻസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലുതായിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ലുക്കിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള ലുക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സും കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ്സിൽ കുറച്ച് സ്റ്റൈലിഷ് എലമെൻറ്റ്സ്, അതായത് സാധാ ഒരു ക്ലിയറൻസ് ഹെഡ്ലൈൻ മാത്രമല്ല കുറച്ചുകൂടി എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കുറച്ചുകൂടി അതിൻ്റെ ഡിസൈൻ കുറച്ച് വണ്ടർഫുൾ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഫോഗ് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വൈഡറായിട്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി ചെയ്യുന്നത്, രാത്രി നമുക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് ഫോഗ് ലൈറ്റ്സിൻ്റെ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇന്ത്യനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കൊരു ടച്ച് സ്ക്രീൻ ഇവിടെ കൊടുത്ത് കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ഡമ്മി സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, താഴെയായിട്ട് എയർ കണ്ടീഷനിങ്ങിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ടോപ്പ് എൻഡ് മോഡലല്ല. ടോപ്പ് എൻഡ് മോഡൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ടിവിറ്റി അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ചെറിയൊരു റേഡിയോ കണക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടച്ച് സ്ക്രീനാണ് ഇത്. കംപ്ലീറ്റ്ലി ഒരു ടച്ച് സ്ക്രീൻ അല്ല, ഇങ്ങോട്ടൊക്കെ ബ്ലാങ്ക് ആണ്. പിന്നെ ഇതിൻ്റെ ഡാഷ്ബോർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു വലിയ വണ്ടിയാണെന്ന് തോന്നിക്കാവുന്ന രീതിയിലാണ് ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് ബാക്കിലേക്കാണ്, ഡാഷ്ബോർഡ് കുറച്ച് ഇങ്ങോട്ട് മുന്നോട്ടേക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോണറ്റിൻ്റെ ലൈനും കാണാം. ഇതിൻ്റെ എയർ കണ്ടീഷനിങ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിന് വലിയൊരു എയർ വെൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. 1, 2, 3, 4 എയർ വെൻസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കൂളിങ്ങും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനുള്ളതിനേക്കാൾ കുറച്ചുകൂടി വലിയ രീതിയിലുള്ള എയർ വെൻസാണ് നമുക്ക് തോന്നാൻ കാരണം ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക്.
ഇതിൻ്റെ ഒരു പവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത്യാവശ്യം ആക്സിലറേഷനൊക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഒരു 7 സീറ്റർ വണ്ടിക്ക് എത്രത്തോളം ആക്സിലറേഷൻ ആണോ അല്ലെങ്കിൽ ടോർക്കാണോ വേണ്ടത് അത് കൃത്യമായിട്ട് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. കോർണറിലൊക്കെ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ബോഡി റോളും കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യും. അതെന്തായാലും ഒരു അത്യാവശ്യം ഹൈറ്റുള്ള അല്ലെങ്കിൽ MPV SUV വണ്ടികൾക്ക് ആ ചെറിയ രീതിയിലുള്ള ബോഡി റോളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ആ ഒരു ബോഡി റോൾ ഇതിലും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് സ്മൂത്ത് സൈഡിലേക്കാണ്. അതായത് സ്മൂത്ത് സൈഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ശരിക്കും സ്മൂത്ത് സസ്പെൻഷൻ തന്നെയാണ് വേണ്ടത്. ഹാർഡ് സസ്പെൻഷൻ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഹൈവേസിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷേ ഹാർഡ് സസ്പെൻഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഒട്ടുമിക്ക റോഡുകളിലും ആ ഒരു ഹാർഡ് സസ്പെൻഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സസ്പെൻഷൻ കേടാവും, പിന്നെ നമ്മളുടെ സസ്പെൻഷനും കേടാവും. അതുകൊണ്ട് തന്നെ ഹാർഡ് സസ്പെൻഷൻ ഒരിക്കലും ഇന്ത്യയിൽ പ്രാക്ടിക്കൽ അല്ല. പക്ഷേ ഹൈവേയിൽ ഇപ്പോൾ ഹൈവേസ് ഒക്കെ ബിൽഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ഹാർഡ് സസ്പെൻഷനാണ് ശരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചുകൂടി നമുക്ക് റൈഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും തരും. ഇതിൻ്റെ സോഫ്റ്റ് സസ്പെൻഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഗിയർ ഷിഫ്റ്റിനെ കുറിച്ച് സംസാരിക്കുമ്പം അത്യാവശ്യം നല്ല കഞ്ചിയായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ട് ഗിയർ വീഴുന്നുണ്ട്. ഓക്കെ, എനിക്ക് വൈപ്പർ ഇടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടതാണ്. ഓക്കെ, ഇത് അത്യാവശ്യം വലിയ വണ്ടിയാണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ ഓടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് പ്രോപ്പറായിട്ട് വ്യൂ കിട്ടുന്നുണ്ട്. സൈഡ് യൂമറേഴ്സ് വലുതാണ്, 2 സൈഡ് യൂമറേഴ്സും വലുതാണ്. പിന്നെ ഇതിൻ്റെ റിയർ യൂമറേഴ്സ് വലുതാണ്. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈഡ് യൂമറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നമുക്ക് ഉള്ളിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈഡ് യൂമറർ ഫോൾഡബിൾ ആണ്. ഇതുപോലെ നമുക്ക് സൈഡ് യൂമറർ ഫോൾഡ് ചെയ്യാം. പിന്നെ സ്റ്റിയറിംഗ് വീൽ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത് കണ്ടുമടുത്ത സ്റ്റിയറിംഗ് വീലാണ്. അത് മാരുതി സുസുക്കിൻ്റെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളിലും ഉള്ള സെയിം സ്റ്റിയറിംഗ് വീലാണ്. സ്വിഫ്റ്റിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് ഫ്ലാറ്റ് ബോട്ടാണ് കാണാൻ പറ്റും. ഫ്ലാറ്റ് ബോട്ടും സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ ഹാൻഡ്സ് ഫ്രീ ടെലിഫോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഈ ഒരു ടച്ച് സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് സ്റ്റിയറിംഗിൽ കൺട്രോൾ ചെയ്യാൻ, നമ്മൾ ഓടിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ആംബ്രസ്റ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കപ്പ് ഹോൾഡർ കൊടുത്ത് കാണാൻ പറ്റും. ആ കപ്പ് ഹോൾഡർ കൂളിംഗ് കപ്പ് ഹോൾഡറാണ്. നമുക്ക് AC ൻ്റെ സ്പീഡ് കൂട്ടാൻ പറ്റും. പിന്നെ ഇവിടെ സെൻട്രലായിട്ട് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് വളയ്ക്കാം. ഇത് നമ്മൾ ഇന്നാൾ പോളോ ആയിട്ട് വന്ന അതേ സെയിം സ്പേസ് സ്ഥലം തന്നെയാണ്. കണ്ടോ, അത്ര ടേണിംഗ് റേഡിയസ് ഉള്ളൂ. ഇത്ര വലിയ വണ്ടിയായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസിൽ തന്നെ വണ്ടി വളയ്ക്കാൻ പറ്റും. അതൊരു നല്ലൊരു കാര്യമാണ്. അത്യാവശ്യം ടോർക്കും ഉണ്ട്. കണ്ട ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പുള്ള് ചെയ്ത് വരുന്ന കാണാൻ പറ്റും. പക്ഷെ ആ ഒരു കിക്ക് കിട്ടുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കിക്കൊന്നുമല്ല. അതായത് മെല്ലെയാണ് കിക്ക് കിട്ടുന്നത്. പക്ഷെ ആ ഒരു പ്രോപ്പറായിട്ട് വണ്ടി കയറുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ്. എൻജിൻ കുറച്ച് നോയ്സ് ഉണ്ട്. ചെറിയ എൻജിൻ നോയ്സ് നമുക്ക് ഉള്ളിലേക്ക് കേൾക്കുന്നുണ്ട്. ടയർ നോയ്സ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് NVH അത്ര ഒരു ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഇതിൻ്റെ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കാണാൻ പറ്റും. ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ലെഫ്റ്റ് സൈഡിൽ ടാക്കോമീറ്റർ കൊടുത്തിട്ടുണ്ട്, റൈറ്റ് സൈഡിലായിട്ട് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ആ സ്പീഡോമീറ്ററിൻ്റെ ഇവിടെ ചെറുതായിട്ടാണ് നമുക്ക് ഫ്യൂൽ ഗേജ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡ് ടാക്കോമീറ്ററിൻ്റെ അവിടെ ചെറുതായിട്ടാണ് ടെമ്പറേച്ചർ മീറ്റർ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് ചെറിയൊരു ഡിജിറ്റൽ കൺസോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിജിറ്റൽ കൺസോൾ നമുക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പവറും അതുപോലെ തന്നെ ടോർക്കും റിയൽ ടൈം കൺസപ്ഷൻ കാണിക്കും. പിന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി കാണിക്കും. പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് A ട്രിപ്പ് B അതെല്ലാം കാണിക്കും. പിന്നെ ടോട്ടൽ ഐഡിൽ ടൈം കാണിക്കും. ഇതാ നമ്മളുടെ മോട്ടറിൽ നിന്ന് വീൽസിലേക്ക് പോകുന്ന, അതായത് ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടിയാണല്ലോ, അതുകൊണ്ട് വീലിലേക്ക് പോകുന്ന ആ ഒരു പവർ ട്രാൻസ്മിഷനാണ് ഈ ഒരു ഡിജിറ്റൽ കൺസോൾ കാണിക്കുന്നത്. ആ ബാറ്ററീൻ്റെ ചിഹ്നം 2 എണ്ണം കാണിക്കുന്നത് അതിൻ്റെ ഹൈബ്രിഡ് ബാറ്ററീൻ്റെ ചാർജിങ് ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസീവ് ആണ്, കണ്ടില്ലേ? സ്റ്റിയറിംഗ് അത്യാവശ്യം റെസ്പോൺസീവ് ആണ്. പിന്നെ അത് നമ്മളെ കപ്പലിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത്, അല്ല ബോട്ടിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ സസ്പെൻഷൻ സോഫ്റ്റ് ആയതുകൊണ്ടാണ്.
ഒരു നല്ലൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇന്ത്യയിലും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഈ ഡിജിറ്റൽ കൺസോൾ ഈ ഒരു സാധനമൊക്കെ ഒരു കുറച്ച് കാര്യമുണ്ട്, അത് പറയേണ്ട കാര്യമാണ്. നമുക്ക് പാർക്കിങ്ങിന് ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. അപ്പം എനിക്ക് എക്സ്റ്റീരിയറും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാൻ പറ്റും. ജസ്റ്റ് കുറച്ച് ഇവിടെയും പാർക്ക് ചെയ്യാം. പിന്നെ ബ്രേക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ബ്രേക്കൊന്നുമില്ല, കുറച്ച് ടൈം എടുക്കുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ ബ്രേക്കിനെ കുറിച്ചിട്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. ഓക്കെ, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ലുണ്ടാവില്ല, അങ്ങോട്ട് പോകാം. ഓക്കെ, അവിടെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്, പക്ഷെ നോ പാർക്കിംഗ് ഏരിയ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാം തൽക്കാലം. പിന്നെ ഇവിടെ നമുക്ക് ചാർജിങ് സോക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. അതിന് ഇപ്പോഴത്തായിട്ട് USB കണക്ഷൻ വരുന്നുണ്ട്, ഓക്സ് കണക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 സ്പീഡ് ട്രാൻസ്മിഷൻ ആണെന്ന് ഗിയറിൻ്റെ കാര്യം. അതെ, 4 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. അതുകൊണ്ട് വലിയ മൈലേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ മാതിരി നമുക്കൊരു ഗിയർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലാഗായിരിക്കും. അതായത് ഒരു AMT CVT ആ ഗിയർ ട്രാൻസ്മിഷൻ ആണ് നോക്കുക, ഏറ്റവും കൂടുതൽ AMT ട്രാൻസ്മിഷൻ ആണ് നോക്കുക. അതുകൊണ്ട് തന്നെ ആ AMT ട്രാൻസ്മിഷൻ്റെ ആയിട്ടുള്ള ഓരോ ഗിയർ, അതായത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്യണം. പക്ഷേ ഇപ്പോൾ 3rd ഗിയറിൽ നിന്ന് 4th ഗിയറിലേക്ക് ഓവർടേക്ക് ചെയ്യുന്ന ആ ഒരു സമയം ഒരുപാട് എടുക്കും. അതായത് ക്ലച്ച് ചവിട്ടിയെടുക്കുന്ന ഒരു പ്രായമായ ആൾ ക്ലച്ച് ചവിട്ടിയെടുക്കുന്ന ആ ഒരു ടൈമാണ് നമുക്ക് ആ ഒരു സമയത്ത് അനുഭവിക്കാൻ പറ്റുക. കാരണം അത്രയും ഒരു ടൈം എടുക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് 4 സ്പീഡ് മാനുവലിലേക്ക് അല്ല 4 സ്പീഡ് ഓട്ടോമാറ്റിക്കലേക്ക് പോകണം. ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്റ്റീരിയർ കാണിച്ചു തരാം. പാർക്ക് ചെയ്യാൻ സ്ഥലം നോക്കിയാൽ ഒരിക്കലും എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് സ്പേസും കാര്യങ്ങളെല്ലാം കാണിച്ചിടാം. അധികം നേരം കാരണം അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ഇതാണ് എൻ്റെ സീറ്റ്സ് എന്ന് പറയുന്നത്. സീറ്റ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വൈഡ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ രീതിയിലാണ്. പക്ഷേ ഈ സൈഡ് കുഷ്യൻസ് ഒന്നും അത്ര വലിയ കംഫർട്ടബിൾ ആയ രീതിയിൽ കൊടുത്തിട്ടില്ല ഇപ്പോഴും. എർട്ടിഗയിൽ അത്ര എത്തിയിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. ഇവിടെയായിട്ട് സൺവൈസർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എയർവെൻസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്ത് ബാക്കിലേക്ക് ഇടാണെങ്കിൽ ഈ സീറ്റ് ഞാൻ ബാക്കോട്ട് ടേക്ക് ചെയ്യുന്നത്, അതായത് ഡ്രൈവർ സീറ്റ് ബാക്കോട്ട് ടേക്ക് ചെയ്യുന്നത്. സോ ഇത്രത്തോളം സ്പേസ് ആണ് നമുക്ക് ബാക്കിൽ ഉണ്ടാവുക. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഏകദേശം ഇത്ര സ്പേസ് ആണ് നമുക്ക് ബാക്കിൽ ഉണ്ടാവുക. ഇത്ര സ്പേസ് നമ്മൾ ബാക്കിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബാക്കിലെ സീറ്റിലുള്ള സ്പേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇത് കുറച്ച് മുന്നോട്ട് നീക്കേണ്ടി വരും. സോ അതെന്ന് പറയുന്നതാ ഇത്ര സ്പേസേ നമുക്ക് ബാക്കിൽ ഉണ്ടാവുള്ളൂ. ഈ സീറ്റ് ബാക്കോട്ട് നീക്കുകയാണെങ്കിലാണ്. സോ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഈ സീറ്റ് ഡ്രൈവർ സീറ്റ് നമ്മൾ ബാക്കോട്ട് ആക്കുകയാണെങ്കിൽ ഇയാൾ ഈ നടുവിരിക്കുന്ന ആൾ എന്തായാലും ബാക്കോട്ടാക്കും. അപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ബാക്കിൽ കുട്ടികൾ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിൽ നിങ്ങൾ ഇരിക്കാൻ കിട്ടുക എന്താ വെച്ചാൽ 2 സൈഡിലായിട്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടും, ബോട്ടിൽ ഹോൾഡേഴ്സ് കിട്ടും. ഇത് കൂളിംഗ് ഒന്നുമല്ല. ഇവിടെ ഹാൻഡിലുണ്ട്, 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ പോക്കറ്റ് മേലെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബുക്സും പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വെക്കാം. സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഡോർ പാഡിലും. പിന്നെ ഇവിടെയായിട്ട് എയർ വെന്റ് വരുന്നുണ്ട്. അത് പർട്ടിക്കുലർലി നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക്
വേറൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ചാർജ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു എയർ വെൻ്റ് വേണം. നമ്മൾ ടാറ്റ സഫാരിയിൽ കണ്ട പോലെ ഇവിടെ ഒരു എയർ വെൻ്റ് വേണ്ടി വരും. ബാക്കിൽ എയർ വെൻസ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. സോ ഇതാണ് ഇതിനെ സ്പേസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. സോ ഏറ്റവും ലാസ്റ്റ് നിങ്ങളൊരു അഫോർഡബിൾ 7 സീറ്റർ വണ്ടിയാണ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത് എർട്ടിഗ ആയിരിക്കും. കാരണം കുറച്ചുകൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള വണ്ടി എർട്ടിഗയാണ്. അല്ലെങ്കിൽ XL6 പോലത്തെ വണ്ടിയാണ്, അത് കുറച്ചുകൂടി പ്രീമിയമാണ്. എർട്ടിഗയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്, മൈലേജ് ഉണ്ട്, പിന്നെ സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ സെയിൽ, അതായത് സെക്കൻഡ് ഹാൻഡ് നമ്മൾ വിൽക്കുമ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മാർക്കറ്റും മാർജിൻ നമുക്ക് ഈ വണ്ടിക്ക് കിട്ടും. സോ ഇതാണ് നമ്മുടെ പിക്ചർ കാർ റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഇനേബിൾ ചെയ്ത് കഴിയുമെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.